2011 ജനുവരി 30 15 വർഷം മുമ്പുള്ള ആ തീയതിയിൽ ഒസാസുന റയലിനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തുമ്പോൾ ഇന്നത്തെ റയൽ പരിശീലകൻ അറബലോവയും മുൻ പരിശീലകൻ സാബി അലോൺസോയും കളിക്കാരനായി റയൽ നിരയിലുണ്ട്. പിൻകാലത്ത് FC ഗോവക്കായി ISLൽ കളിച്ച ഫെറാൻ കോറോ അന്ന് ഒസാസുനയുടെ ഇലവനിലും ഉണ്ടായിരുന്നു. പിന്നീടുള്ള 15 സീസണിൽ 24 തവണ ഇരുവരും ഏറ്റുമുട്ടിയിട്ടും റയലിനെ കീഴ്പ്പെടുത്തുക എന്നത് ഒസാസുനക്ക് വെറും സ്വപ്നമായി അവശേഷിച്ചു. ഒടുവിൽ കഴിഞ്ഞ ദിവസം സ്വന്തം മൈതാനമായ എൽ സഡാർ സ്റ്റേഡിയത്തിലിട്ട് അവർ റയലിനെ അങ്ങ് തീർത്തു, വെറും 19% പന്തടക്കം വെച്ച്. ജിറോണക്ക് മുന്നിൽ ബാർസ വീണ ഗ്യാപ്പിൽ ഒന്നാമതെത്തിയ റയലിന് ഒരാഴ്ച പോലും അവിടെ തികച്ചിരിക്കാനായില്ല. റെലഗേഷൻ സോണിലുള്ള ലെവൻ്റെക്ക് മേൽ ആധികാരിക ജയവുമായി കറ്റാലന്മാർ തവണ ഒന്നാം സ്ഥാനം വീണ്ടെടുക്കുമ്പോൾ ഒന്നുറപ്പാണ്. 13 വീക്കുകൾ മാത്രം ബാക്കിയുള്ള ലാലിഗയിൽ കിരീട പോരാട്ടം ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് എടുക്കുന്നത്. കഴിഞ്ഞ 3 മാസക്കാലമായി സ്വന്തം ഹോം ഗ്രൗണ്ടിൽ തോറ്റിട്ടില്ലെന്ന പകിട്ടിലായിരുന്നു ഒസാസുന റയലിനെ എൽ സഡാറിൽ വരവേൽക്കുന്നത്. ആൻഡെ ബുഡ്ബറിന്റെ പെനാൽറ്റിയിൽ അവർ ആദ്യ പകുതിയിൽ ലീഡെടുത്തതോടെ അടുത്ത വർഷത്തെ യൂറോപ്യൻ ടിക്കറ്റ് എടുക്കാൻ അനിവാര്യമായ 3 പോയിന്റ് അവർ കിനാവ് കണ്ടു തുടങ്ങി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ റയൽ ഉഗ്രരൂപിയായിരുന്നു. തുടരെയുള്ള അറ്റാക്കുകൾ, ബ്രഹീം ഡിയാസും അർദ ഗുളറും എംബാപ്പയും വിനിയുമെല്ലാം ഒസാസുന ഡിഫൻസിനെ നിരന്തരം പരീക്ഷിച്ചു പോന്നു. 70-ാം മിനിറ്റിൽ എംബാപ്പയുടെ റയൽ ഒപ്പമെത്തിയെങ്കിലും ഓഫ് സൈഡ് ഫ്ലാഗ് അപ്പോഴേക്കും ഉയർന്നിരുന്നു. പക്ഷേ 3 മിനിറ്റ് ഇടവേളയിൽ വിനി റയലിന്റെ രക്ഷകനായി അവതരിച്ചു. ഒസാസുന ഹാഫിൽ നിന്നും പന്തുമായി മുന്നേറിയ വൽവർഡെ 4 എതിർ താരങ്ങളെ വെട്ടിയൊഴിഞ്ഞ് ഇൻസൈഡ് ബോക്സിലേക്ക് ഒരു പാസ് ഒരുക്കി. കൃത്യമായി അതിലേക്ക് ഓടി കയറിയ വിനി തന്റെ വലങ്കാലി കൊണ്ട് പന്ത് പോസ്റ്റിലേക്ക് വഴിതിരിച്ചിടുമ്പോൾ ഗോൾ കീപ്പർ സെർജിയോ ഹെരേരയ്ക്ക് യാതൊരു അവസരവുമില്ലായിരുന്നു. മത്സരം പിന്നെയും മുന്നോട്ട് പോയി. ക്ലോക്കിൽ 90 മിനിറ്റ് തികയാനൊരുങ്ങുന്നു. പകരക്കാരനെ ഇറങ്ങിയ റൗൾ മോറോ കാലിൽ പന്ത് കൊരുത്ത് അതിവേഗം മുന്നോട്ട് കുതിച്ചു. തൊട്ടുമുന്നിലോടുന്ന റൗൾ ഗാർഷ്യ മാത്രമായിരുന്നു മോറോയുടെ ഏക പാസിംഗ് ഓപ്ഷൻ. റൗൾ അസെൻഷ്യോക്കും അലക്സാണ്ടർ അർണോൾഡോനും ഇടയിലൂടെ തന്നിലേക്ക് വന്ന പാസിനെ ഒറ്റ ടച്ചിൽ കൺട്രോളിലാക്കിയ ഗാർഷ്യ പോസ്റ്റിലേക്ക് ഷോട്ട് എടുക്കാൻ തയ്യാറാകവേ അസെൻഷ്യോ ടാക്കിളുമായി എത്തി. പക്ഷേ തന്റെ ഇടങ്കാല് കൊണ്ട് ഗാർഷ്യ ബോൾ വീണ്ടും വരുതിയിലാക്കിയതോടെ ഒസാസുനയുടെ വിജയ ഗോൾ അസെൻഷ്യോക്ക് ഇരുന്ന് കാണേണ്ടി വന്നു. 15 വർഷത്തിനൊടുവിൽ റയലിനെതിരെ ഒരു ജയം. കോൺഫറൻസ് ലീഗിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പോരാട്ടത്തിൽ സജീവമാകൽ. ഇഞ്ചുറി ടൈമായി റഫറി അനുവദിച്ച 5 മിനിറ്റിൽ റയലിനെ പൂട്ടിയിടാൻ ഒസാസുനക്ക് കാരണമേറെ ഉണ്ടായിരുന്നു. ഒടുവിൽ അവരതിൽ വിജയിച്ചപ്പോൾ അങ്ങ് ബാർസലോണയിൽ ഹാൻസി ഫ്ലിക്കിന്റെ കറ്റാലൻ സംഘം ഉള്ളറിഞ്ഞൊന്ന് ചിരിച്ചു കാണണം. കാരണം 6 ദിവസം മുമ്പ് തങ്ങൾ കൈവിട്ട 1-ാം സ്ഥാനം വീണ്ടെടുക്കാൻ വീണ്ടും ഒരവസരം അവർക്ക് വീണ് കിട്ടിയിരിക്കുന്നു. 2 തുടർ തോൽവികളിൽ തകർന്നെറിഞ്ഞ ടീമിന്റെ ആത്മവിശ്വാസത്തെ വീണ്ടെടുക്കാനുള്ള ഒരവസരം. ജിറോണക്കെതിരെ 11-ൽ നിന്നും 3 മാറ്റങ്ങളുമായാണ് ഹാൻസി ഫ്ലിക്ക് തന്റെ 11 ഇറക്കിയത്. പാവ് ഗുബാർസി, ഫെർമിൻ ലോപ്പസ്, ഫെറാൻ ടോറസ് എന്നിവർക്ക് വിശ്രമം അനുവദിച്ചപ്പോൾ ജാവോ കാൻസലോ, മാർക്ക് ബെർണാൾ, ലെവൻഡോസ്കി എന്നിവർ 11-ൽ ഇടം പിടിച്ചു. കിട്ടിയ അവസരം മുതലെടുക്കാൻ ബെർണാളിന് വേണ്ടി വന്നത് 4 മിനിറ്റാണ്. ഇടത് വിങ്ങിൽ നിന്ന് എറിക് ഗാർഷ്യ നീട്ടി നൽകിയ പന്തിനെ പോസ്റ്റിലേക്ക് വഴിതിരിച്ചു വിട്ട താരം തന്റെ അവസാന 3 മത്സരങ്ങളിൽ നിന്നുള്ള ഗോൾ നേട്ടം 2 ഉയർത്തി. 2 മിനിറ്റിന്റെ ഇടവേളയിൽ റഫീനയ്ക്കും ലെവൻഡോസ്കിക്കും ഗോൾ അവസരം തുറന്നു കിട്ടിയെങ്കിലും ലവാന്റെ കീപ്പർ മാത്യു റയാന്റെ ഇടപെടൽ വിനയായി. പക്ഷേ 31-ാം മിനിറ്റിൽ കാൻസലോയുടെ പാസിനെ ഡിയോങ് വലയിലേക്ക് വഴിതിരിച്ചിടുമ്പോൾ മാത്യു റയാന് നോക്കി നിൽക്കാനേ നിർവാഹമുണ്ടായിരുന്നുള്ളൂ. 81-ാം മിനിറ്റിൽ യമാലിന്റെ പാസ് സ്വീകരിച്ച് ഫെർമിൻ ഒരു ബുള്ളറ്റ് ഷോട്ടിലൂടെ ലെവന്റെ വല കുലുക്കുമ്പോൾ 1-ാം സ്ഥാനത്തേക്കുള്ള ബാർസയുടെ മടങ്ങിവരവ് ആധികാരികമായി. ഡിഫൻസിലും അറ്റാക്കിലും ഒരുപോലെ അധ്വാനിച്ച ജാവോ കാൻസലോയാണ് മത്സരത്തിലെ താരമായത്. എങ്കിലും 100% പാസിംഗ് ആക്യുറസിയുമായി മിഡ്ഫീൽഡിൽ നിറഞ്ഞു കളിച്ച ബെർണാൾ താനും എന്തിനും പോകുന്ന ഒരുവനാണെന്ന് അടിവരയിട്ട് തെളിയിച്ചു. 7 മത്സരത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം പെഡ്രി മടങ്ങിയെത്തതും ജോവാൻ ഗാർഷ്യക്ക് വീണ്ടും ഒരു ക്ലീൻ ഷീറ്റ് ലഭിച്ചതുമടക്കം ബാർസക്ക് ഈ മത്സരത്തിൽ സന്തോഷിക്കാൻ കാരണങ്ങളേറെയാണ്. മാർച്ച് 4-ന് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കോപ്പ ഡെൽ റേ സെമി ഫൈനലിന്റെ 2-ാം പാദം കളിക്കാനൊരുങ്ങുന്ന ബാർസക്ക് വിയാറയൽ, അത്ലറ്റിക് ക്ലബ്, സെവിയ, റയോ വയോക്കാൻ എന്നിവരാണ് ലീഗിൽ അടുത്ത 5 മത്സരങ്ങളിൽ നേരിടാനുള്ളത്. UCL പ്ലേ ഓഫിൽ ബെൻഫിക്കക്കെതിരായ സെക്കൻഡ് ലെഗിന് ശേഷം ഗെറ്റാഫെ, എൽഷെ, മയോർക്ക, അത്ലറ്റിക്കോ മാഡ്രിഡ്, ജിറോണ എന്നിവർക്കെതിരെയാണ് റയലിന്റെ മത്സരങ്ങൾ. മെയ് 11-ന് ക്യാമ്നോ വേദിയാകുന്ന എൽ ക്ലാസിക്കോ ലാലിഗയുടെ ടൈറ്റിൽ ഡിസൈഡർ ആകുമോ? അതോ ഇരുവർക്കുമെതിരെ ലീഗിൽ കളിക്കാനുള്ള സിമിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് പോയിന്റ് ടേബിൾ സമവാക്യങ്ങൾ ആകെ മാറ്റിമറിക്കുമോ? ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കാം.